Hello guys, my name is Milan Deepu. Today I'm talking about what is true friendship in my life. Okay. ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ വന്നിട്ടുള്ളത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ഫ്രണ്ട്ഷിപ്സാണ് എനിക്കെപ്പോഴും ഇപ്പോഴും കൂടെ ഉള്ളത്. ഞാൻ ഒരിക്കൽ പോലും കൂട്ടുകൂടില്ല എന്ന് വിചാരിച്ച ആൾക്കാരാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രം വന്നിട്ട് ആ ടൈം കഴിഞ്ഞ് സമയത്തിന് അനുസരിച്ച് മാത്രം നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ കണക്ഷനൊക്കെ വിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, ആ ഒരേ ഫീല് അവരോട് തോന്നും. എപ്പോൾ സംസാരിച്ചാലും ആ ഒരു കണക്ഷൻ തോന്നുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ അധികം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ജെന്യൂൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മുടെ കൂട്ടുകാരെ കണ്ടാലറിയാം നമ്മൾ ആരാ, നമ്മുടെ ക്യാരക്ടർ എന്താ, നമ്മുടെ മുഖത്തിൻ്റെ കണ്ണാടിയാണ് സൗഹൃദമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സായിട്ട് കൂട്ടുകൂടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ ജനറേഷൻ നല്ല സൗഹൃദങ്ങൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ എംപവർ ചെയ്യുന്ന, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്സ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും വേറെ ആൾക്കാരുടെ അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് പോകേണ്ടതായിട്ട് വരും. പല പ്രലോഭനങ്ങളും പല കാര്യങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വഴിതെറ്റി പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും. അപ്പം എപ്പോഴും നല്ല സൗഹൃദങ്ങൾ, നമ്മുടെ നല്ല ആഗ്രഹിക്കുന്ന, നമ്മുടെ സക്സസ് ആഗ്രഹിക്കുന്ന, ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ റെയറായിട്ടുള്ള കുറേ അധികം ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ വെരി ഈസി ടാസ്ക്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ലൈഫ് ടു ഗെറ്റ് എ ജെന്യൂൻ ഫ്രണ്ട്ഷിപ്പ് ഇൻ ലൈഫ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്നെപ്പോലെ നല്ല നല്ല സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഇതിൽ ടാഗ് ചെയ്യാം. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പ് ഇസ് എ ജെന്യൂൻ ബ്ലെസ്സിങ്. സീരിയസ്ലി നമ്മുടെ ലൈഫിൽ നമ്മൾ പല പാഠങ്ങളും നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ട് പഠിക്കും. ചിലപ്പോൾ അതൊരു ലെസൺ ആകാം, ചിലപ്പോൾ അതൊരു പെയിൻഫുൾ ആയിരിക്കും, ചിലപ്പോൾ അത് എന്തായിരിക്കും, നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിനെ ചിലപ്പം ഒരു പീസ് ഓഫ് അഡ്വൈസ് ചിലപ്പോൾ ചേഞ്ച് ആവും. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം ബി വൈസ് ഇൻ സെലക്ടിങ് ഫ്രണ്ട്സ്, ചൂസ് വൈസ്ലി, ചൂസ് റാൻഡംലി. എല്ലാവരെയും നമ്മളെല്ലാവരോടും സംസാരിക്കണം, പക്ഷെ എല്ലാവരെയും നമുക്ക് ഒരു നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ ക്ലോസ് സർക്കിൾ, നമ്മുടെ ഹാർട്ട് കണക്ഷൻ വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ആക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ വൈബുള്ള ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും അതേപോലെ സ്മൂത്ത് ആകും. അപ്പം നമ്മുടെ സക്സസ്സിന് വേണ്ടി എന്താവും, നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും. ഓക്കെ, അത് ഈ കാലത്ത് വെരി റെയർ, ബട്ട് ഫ്രണ്ട്ഷിപ്പ് ഈസ് എ ഗോഡ്സ് ഗിഫ്റ്റ്. ഓക്കെ, അപ്പം ദൈവത്തിന് തരുന്ന ഒരു ദാനമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എനിക്ക് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഓക്കെ, comment your opinions below. Thank you and have a nice day.